തളർവാദം, അതീവ സുന്ദരിയായ ഭാര്യ, 15 മക്കൾ, 16ാമത്തെ പ്രസവത്തിൽ ഭാര്യ മരിച്ചു. സിനിമയുടെ പേരെന്താ പറഞ്ഞത്? അത് മാറ്റണം, വിത്ത് കാണാനാക്കണം. ഒരുമാതിരി കഥയെ കൊണ്ടൊന്നും എന്റെ സ്വഭാവം മാറും. ഇല്ല ഇല്ല, ഇവിടെ അഭിനയിക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? എന്റെ സാറ് സാധനം അറിയാൻ പാടില്ല, പുറത്ത് ആരാ വന്നിരിക്കുന്നത്? ആരാണ്? ദുൽഖർ സൽമാന്റെ ഫിഗർ, അയ്യോ അമിതാഭ് ബച്ചന്റെ പൊക്കം, അയ്യോ പൃഥ്വിരാജിനെ വിട്ടു. നീ കണ്ട കൊട്ടേഷൻ ടീമിലാണ് കൊണ്ടുവന്നേക്കുന്നത്. അഭിനയത്തിന്റെ കാര്യത്തിൽ പൃഥ്വിരാജിനെ വിട്ടുന്ന്. എന്റെ ദൈവം, എന്നാ അവനെ മാത്രം കയറ്റി വിട്, ബാക്കി എല്ലാവരും പറഞ്ഞ് വീട്ടിൽ വിട്. ഞാൻ വിളിക്കട്ടെ? പൃഥ്വിരാജ് ഒന്നിങ്ങ് കയറി വാ. ദൈവമേ, നായകൻ ഓക്കെയായി. ക്യാമറ നമ്മൾ മേളിൽ വെക്കുമ്പോ അമിതാഭ് ബച്ചന്റെ പൊക്കം, മേളിൽ നിന്ന് ക്യാമറ സൂം ചെയ്ത് താഴെ 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 ദൈവം വിളിച്ചല്ലോ അവിടെ താഴെ. ആരാ 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 ആരാ? ഞാനേ സിനിമാ മംഗളും. നീ വീട്ടിൽ വെക്കും. നീ ആരാന്ന് ഞാൻ അമ്മ പറഞ്ഞിട്ട് വന്നോ? എന്റെ ദൈവമേ, താരസംഘടനയുള്ള അമ്മ പറഞ്ഞിട്ട് വന്നാണോ? അല്ല, എന്റെ സ്വന്തം പറഞ്ഞിട്ട് വന്നു. അമ്മ എന്തേ? അച്ഛനെ തട്ടിയിട്ട്. അച്ഛനാരാ? അത് കണ്ടുപിടിക്കാനില്ല, തള്ള പോയിരുന്നു. നിന്റെ കഷ്ടത്തിൽ എന്നാ? രോഗം. നിന്റെ കഷ്ടത്തിൽ ചുരുട്ടി വെച്ചേക്കണ എന്നാണ്? ഇത് ആന്റിഫോറം. ആന്റിഫോറാ? ഞാനിവിടെ കിടന്നപ്പോ പുറത്തേക്ക് ആന്റിയുടെ ഫോറം തന്ന ആളാണ്. എടാ, ഇതിന്റെ പേരാണ് ആപ്ലിക്കേഷൻ ഫോം. ഇത് പൂരിപ്പിക്കണം. അത് ഞാൻ വീർപ്പിക്കണം. എടാ, നിനക്ക് എഴുത്തും വായന അറിയാമോ? ഇല്ല. അനുസരിക്കണമതായേ ABCD മലയാളത്തിൽ പറഞ്ഞു. എന്നാ ഞാൻ പൂരിപ്പിച്ചു തരാം. നീ കറക്റ്റായിട്ട് പറഞ്ഞാ മതി. അച്ഛന്റെ പേര് തങ്കപ്പൻ, അമ്മയുടെ പേര് തങ്കപ്പി, നിന്റെ പേര് അപ്പി, കൊച്ചാപ്പി. അത് കറക്റ്റായിട്ട് പറ. അടുത്തത് സെക്സ്. ഇത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് ചോദിക്കണ ചോദ്യം കേട്ടാ എന്നാ പരിപാടിയാണ്? ഇവിടെ സെക്സ് പറയാൻ. സെക്സ് പറയാനാണ്. സാർ ആദ്യം പറ, എന്നിട്ട് ഒരു കിട്ടിക്കാൻ പറയാനാണ്. വേട്ടാവളിയോ? അതാണ് ഞാൻ ചോദിച്ചത്. നീ ആണാണോ പെണ്ണാണോ മെയിലാണോ ഫീമെയിലാണോ? ഞാൻ മെയിലും അല്ല ഫീമെയിലും അല്ല. പിന്നെ എടാ, ആൺമയിലേ, നിനക്ക് എന്തൊക്കെ കഴിവാ ഉള്ളത്? എന്റെ സാറ് എനിക്ക് എന്നാ കഴിവറിയോ? കഴിവിന്റെ ഉറിയുങ്കലാണ് ഞാൻ അടിച്ചു പൊട്ടിക്കും ഞാനത്. എനിക്ക് എന്നെ കഴിയുന്നറിയോ? നീ പറ പറ പറ. പടം വരയ്ക്കും, പാട്ട് പാടും, മിമിക്രി കാണിക്കും, വെള്ളം കോരും, വിറക് കയറും, കഞ്ഞി വെക്കും, കൂട്ടാൻ വെക്കും, തുണി അരക്കും. എന്നെ ഈ പറഞ്ഞു പോണത് ഒക്കെ ഒരു ഓളത്തിലടിക്കും. നീ ഇപ്പൊ പാട്ട് പാടുമെന്ന് പറഞ്ഞില്ലേ? എന്റെ സിനിമയിൽ നല്ല നല്ല പാട്ടുകളുണ്ട്. നീ നന്നായിട്ട് പാടിയാൽ പാടാനുള്ള അവസരം കൂടി ഞാൻ തരാം. നീ ഒരു പാട്ട് പാടിക്കും. അതായത് ഞാൻ ഏത് വേദിയിൽ പാടിയാലും എനിക്ക് നോട്ടുമാല കിട്ടുന്ന ഒരു പാട്ട്. അതേത് പാട്ടാണ്? സുഖമോ ദേവി എന്ന് പറഞ്ഞ പടം. പാട്ടുണ്ടല്ലോ, ശങ്കര പാടുന്ന പാട്ട്. ശ്രീലതിക വേണ്ട. ആ പാട്ട് വേണ്ട, ഒരുപാട് കേട്ടിട്ടുള്ള വേറെ പാട്ടുണ്ട്. അതിനകത്തൊരു തമിഴ് പാട്ട് കളിക്കാനോ? അവന് കൂപ്പയല്ല, അവന് കൂപ്പയല്ല ശ്രീലതിക വേണ്ട. സോറി, അറിയാണ്ട് വന്നു പോയതാണ്. അത് വേണ്ടെന്ന് പറഞ്ഞില്ലേ? അത് നാക്കിന്റെ മുമ്പ്. അത് വേണ്ട, ആ പാട്ട് വേണ്ട, വേറെ പാട്ടുണ്ടെങ്കിൽ പാട്. നമുക്ക് ശങ്കരാഭരണം പിടിച്ചാലോ? ശങ്കരാഭരണ? അതിലേത് പാട്ട്? അത് പാട്. ഓക്കെ. ശങ്കര ശ്രീലതികയാണ് നിന്റെ വെള്ളപ്പുള്ളേ? എന്നാ പറഞ്ഞ ശ്രീലതിക? എടാ, എന്റെ സിനിമ എന്ന് പറഞ്ഞ സിറ്റുവേഷൻ വെച്ചുള്ള സിനിമയാണ്. സിറ്റുവേഷൻ വെച്ചുള്ള പാട്ടാണ് എനിക്ക് ആവശ്യം. എന്നാ പിന്നെ നേരത്തെ പറയട്ടെ. എന്റെ സാറ് സിറ്റുവേഷൻ അനുസരിച്ച് പാട്ടുണ്ടാക്കി യൂട്യൂബിലിട്ട് വൈറലാക്കിയാണ് ഞാൻ. എന്ത് സിറ്റുവേഷൻ? അതായത് എന്റെ അച്ഛൻ മരിച്ചു കിടന്നപ്പോ ആ സെക്കൻഡിൽ ഒരു പാട്ട് വൈറലാക്കി. എന്റെ ദൈവമേ, സ്വന്തം അച്ഛൻ മരിച്ചു കിടന്നപ്പോ വിത്തിൻ സെക്കൻഡ് പാട്ട് എഴുതി യൂട്യൂബിലിട്ട് വൈറലാക്കിയ. എന്നാ പിന്നെ ആ പാട്ട് പാട്. എന്ത് കോപ്പായാലും കുഴപ്പമില്ല, നീ പാട്. അത് മ്യൂസിക് ഇട്ട് പിടിച്ചോ. എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ എന്നെ വിട്ടുപോയേ, എന്റെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി, ഞങ്ങൾക്കാരുണ്ട് നിന്നോട് പറഞ്ഞാണ് ശ്രീലതിക പാടണ്ടെന്ന്. അങ്ങനെ അറിയാണ്ട് നീ പാടണ്ട. എടാ, എന്റെ സിനിമ എന്ന് പറഞ്ഞ
ഒരുപാട് സിറ്റുവേഷൻ വെച്ചുള്ള സിനിമയാണ്. ആണോ? ഞാൻ എന്റെ സിനിമയിൽ ഒരു ഡയലോഗ് ഞാൻ നിനക്ക് വേണ്ടി പറയാം. നീ കൃത്യമായിട്ട് പറഞ്ഞാൽ നിനക്ക് അഭിനയിക്കാൻ ചാൻസ്. ഞാൻ പറയും. അപ്പൊ നിനക്ക് എന്റെ സിനിമയിൽ എന്റെ വേഷമാണ്. ഞാനാണ് വില്ലൻ. ഓക്കെ. നായകൻ അവിടെ നിൽക്കുന്നു. വില്ലനായ നീ വന്നിട്ട് പറയുന്ന ഡയലോഗാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കേട്ടോണം. നായകൻ അവിടെ നിൽക്കുന്നു. വില്ലനായ നീ വന്നിട്ട് പറയുന്നു, ഞാൻ കോതണ്ടപാണ് റെഡ്ഡി. എന്താണ് ജെട്ടി തൊഴിയാൻ തരും. ഒരു ചാൻസ് കൂടി ഞാൻ തരും. ശ്രദ്ധിച്ച് കേട്ടോണം. നായകനോട് നിൽക്കുന്നു. വില്ലനായ നീ വന്നിട്ട് പറയുന്നു, ഞാൻ കോതണ്ടപാണ് റെഡ്ഡി. പിന്നെ ഞാൻ ലാസ്റ്റ് ചാൻസ്. ശ്രദ്ധിച്ച് കേട്ടോ. അപ്പൊ നായകൻ അവിടെ നിൽക്കുന്നു. വില്ലനായ നീ വന്നിട്ട് പറയുന്നു, ഞാൻ കോതണ്ടപാണ് റെഡ്ഡി. തൊഴിയെന്നാണ്ടല്ല, നീ പെരുമ്പാവൂരം കഴിഞ്ഞ് നീ അപ്പുറത്ത് പോകും. നിനക്കൊരു കാര്യം അറിയാമോ? 10-40 കൊല്ലം അമേരിക്കയിൽ പോയി കഷ്ടപ്പെട്ടിട്ട് ആ കാശ് കൊണ്ട് ഞാൻ സിനിമ പിടിക്കാൻ പോകും. എന്റെ ഫാമിലിയെ പറ്റി നിനക്കറിയാമോ? എന്റെ ഭാര്യ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. എന്റെ മോൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ അറിയപ്പെടുന്ന ഒരു SI ആ. എന്റെ മോളുണ്ടല്ലോ അറിയപ്പെടുന്ന ഒരു വക്കീലാണ്. ഇതുപോലെ ആരെങ്കിലും നിന്റെ ഫാമിലിയിലുണ്ടോ? എന്റെ സാറേ ഇതേപോലെ തന്നെയാണ് എന്റെ ഫാമിലി. എന്റെ ഭാര്യ അറിയപ്പെടുന്ന ഒരു ഡോക്ടറാണ്. എന്റെ മോനുണ്ടല്ലോ അറിയപ്പെടുന്ന ഒരു SI. എന്റെ മോളാണല്ലോ അറിയപ്പെടുന്ന ഒരു വക്കീൽ. ഇതെങ്ങനെ സംഭവിച്ചു? 10-40 കൊല്ലൊക്കെ അമേരിക്കയിൽ പോയി കിടന്നിട്ടല്ലോ. കേരളത്തിൽ ഇതല്ല, ഇതിന്റെ അപ്പുറം സംഭവിച്ചു. നീ ഒരു കാര്യം മനസ്സിലാക്കിയോ? നീ ഒന്നും ഈ ജന്മത്തിൽ ഒരു നായകനാകാൻ പോകുന്നില്ല. എന്റെ സാറേ ഈ ജന്മത്തിൽ എനിക്ക് നായകനാവാൻ പറ്റില്ല എന്ന് എനിക്കറിയാം. പക്ഷേ അടുത്ത ജന്മത്തില് ഞാനൊരു ഒറ്റ വരവ് നായകനായിട്ട് കണ്ട് ആപ്പ നായകനല്ല. പിന്നെ അതായത് ഒരു ഡാൻസുകാരനെ പിടിച്ചു തുടങ്ങി മലയാള സിനിമയിലെത്തി. ഇപ്പൊ മലയാള സിനിമ കീഴടക്കി വിട്ട് തെന്നിന്ത്യയില് നമ്മുടെ രജനി സാറിനൊപ്പം കടാകടിയനായ കൊടൂര വില്ലൻ കഥാപാത്രം ചെയ്ത നമ്മുടെ വിനായകൻ ചേട്ടൻ. എനിക്കറിയാം സാറേ, എനിക്ക് ഇവിടുത്തെ ചാൻസ് തല്ലാതെ. അതുകൊണ്ട് ഇതിനു പകരം ചോദിക്കാൻ ഞാൻ വന്നിട്ടുണ്ട്. ആട് 2 എന്ന സിനിമയിലെ എന്നൊന്ന് കണ്ടിട്ടേ താങ്ക് യു വെരി മച്ച്. നമുക്ക് ഈ ഫിഗർ ചെയ്ത് സുമേഷ് തുറവൂരാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. ജയിലറിലെ മറ്റൊരു ഫിഗർ അദ്ദേഹം വീണ്ടും വേദി ചെയ്യുന്നതാണ്. എന്തായാലും നമുക്കിനി ഒരു അടിപൊളി ഡാൻസിലേക്ക് കടന്നു ചെല്ലാം.